ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് നമ്മൾ സ്നാക്സ് ഐറ്റംസും കൂടെ കാണിക്കണേന്ന്. അതുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ വീഡിയോ സ്നാക്സ് ഐറ്റംസ് മാത്രമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കും കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഒരു ഐറ്റമാണ് ഇത്. നിങ്ങൾ കണ്ടാൽ വിചാരിക്കും ഏത്തയ്ക്ക അപ്പമൊക്കെ ആണെന്ന്, പക്ഷെ അതല്ല കേട്ടോ. നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ അവൻ്റെ അളിയനായിട്ടൊക്കെ വരും. അതായത് മിക്സൊക്കെ ഒരേ രീതിയിൽ തന്നെ കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടി കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടായിട്ട് നെടുകെ കട്ട് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് കളയണ്ട, ജസ്റ്റ് ഒന്ന് രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഇതിനകത്ത് നമുക്കൊരു മിക്സ് ഉണ്ടാക്കണം. അതിന് വേണ്ടി കുറച്ച് മൈദ ആയിട്ട് എടുക്കുന്നത്. മൈദ നമ്മൾ ഒരു ചെറിയൊരു ബൗളിനകത്ത് ഉള്ള ഒരു മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. നല്ല മുരാന്നിരിക്കണ്ടേ, അതിന് വേണ്ടി കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പഞ്ചസാര ആയിട്ടോ, അതായത് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം, ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ലേശം ഉപ്പ് ചേർക്കുന്നുണ്ട്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടായിട്ടോ. പിന്നെ ആ ഒരു മിക്സ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന എത്രത്തോളം ക്വാണ്ടിറ്റി എടുക്കുന്നോ അതനുസരിച്ചിട്ട് മുട്ടയുടെ അളവും പിന്നെ ഓരോന്നിൻ്റെ അളവും കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ. ഞാനിത് ഇത്രയും ആയതുകൊണ്ട് ഒരു മുട്ട എടുക്കുന്നുള്ളൂ. അങ്ങനെ മുട്ടയും കൂടി നമ്മൾ പൊട്ടിച്ചൊഴിച്ചാൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കലക്കിയൊക്കെ എടുക്കാവൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് നമ്മളിങ്ങനെ കലക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഏത്തയ്ക്കപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന മിക്സ് ഇല്ലേ, അത് സെയിം തന്നെയാണ്. മുട്ട ചേർക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ വ്യത്യാസം വരുന്നേ ഉള്ളൂ. ആ ഒരു മിക്സിൻ്റെ അതേ രീതിയിൽ തന്നെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട. ഒരുപാട് അങ്ങ് ലൂസാവാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല. അതിന് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പരുവയില്ലേ, ആ ഒരു പരുവത്തിനായിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുക്കണ്ടേ. ഏകദേശം പറഞ്ഞാൽ ഈ ഒരു പരുവാട്ടോ, ഈ ഒരു പരുവത്തിന് ഉണ്ടാക്കിയെടുക്കുക. അത് കഴിഞ്ഞ് ആ ഒരു മാവ് പുളിക്കാൻ വേണ്ടിയൊന്നും വെക്കണമെന്നില്ല. പുളിക്കാൻ വേണ്ടി വെക്കുന്നെങ്കിൽ വെക്കാം, അല്ലെങ്കിലും പൊങ്ങിയൊക്കെ വരും കേട്ടോ. അങ്ങനെ നമ്മളൊരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം, അതല്ലെങ്കിൽ ഇതായാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു മിക്സിനകത്തോട്ട് ബ്രെഡ് ഇങ്ങനെ മുക്കിയതിന് ശേഷം ചൂടെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ബ്രെഡ് ഒരുപാട് നേരം ഇങ്ങനെ മുക്കി വെക്കരുത് കേട്ടോ. ജസ്റ്റ് അപ്പോഴേ മുക്കി അപ്പോഴേ തന്നെ എണ്ണയ്ക്കകത്ത് ഇട്ടോണം, ഇല്ലെങ്കിൽ ആ ബ്രെഡ് പൊടിഞ്ഞു പോകും കേട്ടോ. അതായത് നമ്മൾ മുക്കുമ്പോഴത്തേക്ക് ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു അംശം വെച്ചിട്ട് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കുക. അതേപോലെ തന്നെ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കഴിഞ്ഞ് ഉടനെ നമ്മളതൊന്നും ഇളക്കാനൊന്നും നിൽക്കരുത്. ഒരു സൈഡ് ആയതിന് ശേഷം മാത്രം തിരിച്ചിടുക, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവുകയും ചെയ്യും, അത് തമ്മിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ആദ്യം നമ്മൾ ഇട്ടത് റെഡിയായി വന്നിട്ടുണ്ട്. എനിക്ക് 3 വെച്ചിട്ട് ഇടാൻ പറ്റുന്നുള്ളായിരുന്നു, കാരണം ഞാൻ ഒരുപാട് ഓയിൽ എടുത്തിട്ടില്ല കേട്ടോ. വീണ്ടും നമ്മൾ വെച്ചിരുന്ന അത് ചീത്തയായി പോകുമല്ലോ, അതുകൊണ്ട് കുറച്ച് ഓയിൽ മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തുള്ളൂ. അതുകൊണ്ട് 3 ഇടുമ്പോൾ തന്നെ അതിങ്ങനെ നിറഞ്ഞു കിടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ പതിയെ ഇങ്ങനെ തിരിച്ചിടുക കേട്ടോ, അതായിരിക്കും നല്ലത്. എനിക്ക് ആദ്യമല്ല അവസാനം ഇട്ടത് ഞാൻ പെട്ടെന്ന് തിരിച്ചിട്ടപ്പം അത് കട്ടായി രണ്ടായിട്ട് മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് കട്ടനും കൂടെ ആയിട്ടോ എടുത്തേക്കുന്നത്. കട്ടനും ഇതും കൂടെയുള്ളൊരു കോമ്പിനേഷൻ അടിപൊളിയായിട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നും പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അടിപൊളിയാണ്. ഒരു പെട്ടെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെ കേട്ടോ. അതും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്. ബ്രെഡൊക്കെ ഇങ്ങനെ കട്ടിയായിട്ടേ ഇല്ല, നല്ല സോഫ്റ്റാണ്. ആ ഒരു എന്താ പറയുക, എനിക്ക് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അതിനകത്ത് ആ ഒരു പിന്നെ മിക്സിൻ്റെ ബാലൻസ് കുറച്ചുണ്ടായിരുന്നു. ബ്രെഡ് തീർന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മിക്സ് ഞാൻ വെറുതെ എണ്ണയിൽ കോരി ഒഴിച്ചതേ ഉള്ളൂ. നല്ല ഇങ്ങനെ നെയ്യപ്പം പോലെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതാണ് ഇത്. ഞാൻ ഞെക്കിയപ്പോൾ ഒന്ന് ഞെങ്ങുണ്ട് കേട്ടോ, അതിൻ്റെ ഏറ് പോയതുപോലെ. ഞങ്ങൾ ഈ ഒരു ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴേ ഇവിടെ ഓരോരുത്തരും വന്നിങ്ങനെ കയറി ഇറങ്ങി കഴിപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്രയും. പിന്നെ ഞാൻ ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ സ്നാക്സ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാതിരുന്നതാണ്. കുഞ്ഞിനിങ്ങനെ ഓയിലി ഫുഡ് അധികം കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ഉണ്ടാക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കും. നമ്മൾ പുറത്തുനിന്നാണെങ്കിൽ 1-2 ഒക്കെ അല്ലേ കൊതിക്കൊന്നി വാങ്ങിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഉണ്ടാക്കാൻ. ഇനി സ്നാക്സ് ഐറ്റംസൊക്കെ നമ്മൾ ഉൾപ്പെടുത്താം കേട്ടോ. ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കാതെ കുറച്ച് ഉണ്ടാക്കിയിട്ട് നിങ്ങളെയും കൂടെ ആ ഒരു വീഡിയോസൊക്കെ കാണിക്കാം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ എന്ത് അഭിപ്രായങ്ങളായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.